അപ്പോൾ ഇനി നമുക്കൊന്ന് ദേവ് വീട്ടിൽ റിപ്പോർട്ടറിലേക്ക് ഒന്ന് പോയി വരാം. ദേവ് വീട്ടിൽ റിപ്പോർട്ടറായി ഇത്തവണ സാനിയോ ആണ് പോകാൻ പോകുന്നത്. കാണാം ദേവ് വീട്ടിൽ റിപ്പോർട്ടർ. ഹലോ, ഗുഡ് മോർണിംഗ്. നമ്മളിപ്പോൾ ഉള്ളത് ഡ്രീം സിറ്റി മഹൽ എന്ന് പറയുന്ന കോഴിക്കോട്ടെ ചെറിയൊരു അപ്പാർട്ട്മെൻറ്റിൻ്റെ മുൻപിലാണ്. ഇത് കോഴിക്കോട് അഴകൊടി ക്ഷേത്രത്തിൻ്റെ മുൻപിലാണ് വരുന്നത്. ഇവിടെ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിലേക്കാണ് നമ്മൾ വന്നത്. ഉപേഷ് എന്നാണ് പേര്. ബെല്ലടിച്ച് നോക്കാം, തുറക്കുമായിരിക്കുമല്ലേ. വെയിറ്റ് ചെയ്യാം. തുറന്നു. അപ്പോൾ ഹലോ ഹലോ, ഗുഡ് മോർണിംഗ്. എന്തുണ്ട് വിശേഷം? ഉഷാറായി പോകുന്നു. ഇന്ന് പോണ്ടേ? പോണം. തിരക്കിലായിരിക്കും. രാവിലത്തെ ഒരു തിരക്കിലാണ്. എന്തായാലും തിരക്കിലാണ്. അമ്മയും അച്ഛനൊക്കെ. അമ്മയും അച്ഛനാണ്. വേറെ ആരെയും പരിചയമില്ല, ഉപേക്ഷണ മാത്രമേ പരിചയമുള്ളൂ. എന്തുണ്ട്, ഇങ്ങനെ ഇരിക്കുവാണോ? ഇരിക്കുന്നല്ല, ഞാൻ മോൻ്റെ അടുത്ത് വന്നവരുണ്ട് നിൽക്കാൻ വേണ്ടിയിട്ട്. നിൽക്കാൻ വന്നതാണ്. മക്കളൊക്കെയോ? നിൽക്കാൻ വന്നതാണോ? സുഖം തന്നെ? അസുഖങ്ങളൊന്നും ഇല്ലാണ്ട് പോകുന്നു? വെക്കേഷൻ ആയതുകൊണ്ട് എന്താ പരിപാടി മോളെ? പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. പേരെന്താ? ദേവി വേദ. ചേച്ചി എന്താ, അടുക്കളയിലെ പണിയൊക്കെ കഴിഞ്ഞോ? കഴിഞ്ഞു വരുന്നു. പോണോ ഇന്ന്? പോണം. അപ്പോൾ തിരക്കായിട്ട് രാവിലത്തെ ഒന്ന് തീർത്തിട്ട് പോകാന്ന് വെച്ചു. അപ്പം എല്ലാവരും ഉണ്ട്. എന്താ വെക്കേഷൻ എവിടെയെങ്കിലും പോക്കുണ്ടോ? ഏതെങ്കിലും ക്ലാസ്സിനെങ്ങാനും പോക്കുണ്ടോ? ഇല്ല. ഇവിടെ തന്നെ ഇരിക്കുമോ? പാട്ട് ക്ലാസ് ഉണ്ട്. പാട്ട് ക്ലാസ് ഉണ്ട്. എന്നാ ഒരു പാട്ട് പാടിത്തരുമോ? ചെറിയ പാട്ട്. ചെമ്പരത്തി പൂവേ ചൊല്ല് ദേവാനെ നീ കണ്ടോ, ചെമ്പരത്തി പൂവേ ചൊല്ല് ദേവാനെ നീ കണ്ടോ, അമ്പലത്തിൽ ഇന്നല്ലയോ സ്വർണരഥഘോഷം, ചെമ്പരത്തി പൂവേ ചൊല്ല് ദേവാനെ നീ കണ്ടോ, അമ്പലത്തിൽ ഇന്നല്ലയോ സ്വർണരഥഘോഷം, ചെമ്പരത്തി പൂവേ ചൊല്ല്. ഓക്കെ, അടിപൊളിയായി പാടിയിട്ടുണ്ട് കേട്ടോ. ഇനി പാട്ട് ക്ലാസ്സിന് എല്ലാ ദിവസവും പോകണം കേട്ടോ. അപ്പം എന്താ പരിപാടി ഈ വെക്കേഷനൊക്കെ ആയിട്ട്? മോള് പാട്ട് ക്ലാസ്സിനൊക്കെ പോകുമല്ലേ? അവള് ക്ലാസ്സിന് പോകുന്നുണ്ട്. എന്താ ചെയ്യുന്നത് ശരിക്കും? ഞാനിപ്പോൾ ബാങ്കിലാണ്, ടൗൺ ബാങ്കാണ്, കോർപ്പറേറ്റ് ബാങ്കിൽ. സാധാരണ ബാങ്കിൽ. ചേച്ചി അവള് കെൽട്രോണിൻ്റെ ഒരു കോർഡിനേറ്ററായിട്ട് വർക്ക് ചെയ്യാണ്. ചായയൊക്കെ കഴിഞ്ഞോ? ഇല്ല, കഴിഞ്ഞിട്ടില്ല. എന്താ ഉണ്ടാക്കിയേ? ഇന്ന് ഇഡ്ഡലിയും ചട്നിയും സാമ്പാറുമാണ്. അത് എന്നൊക്കെ പറഞ്ഞേ ഉണ്ടാവാറില്ല. ഒന്ന് അച്ഛനും അമ്മയുള്ളതുകൊണ്ട് ചട്നിയും സാമ്പാറും ഒക്കെ. അച്ഛനും അമ്മയും വെക്കേഷനൊക്കെ ആയതുകൊണ്ട് വന്നായിരിക്കും അല്ലേ? 2 ദിവസം നിൽക്കാൻ വേണ്ടിയിട്ട്. ഞങ്ങളിവിടെ താമസിച്ചിട്ട് കുറച്ച് നാളായിട്ടുള്ളൂ. അപ്പോൾ കുറേ നാളായിട്ട് അച്ഛനെയും അമ്മനെയും വിളിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇന്നലെ ഇപ്പം ഇങ്ങോട്ട് വന്നേ ഉള്ളൂ. 2 ദിവസം ഇവിടെ ഉണ്ടാവും. അപ്പം നമുക്ക് ഇവർക്കൊരു ഗിഫ്റ്റ് കൊടുക്കണമല്ലോ. അപ്പോൾ അതിനുള്ള ഒരു ഫോട്ടോ കാണിച്ചു നോക്കാം. ആരെയാ ഫോട്ടോ കാണിക്കേണ്ട? ഒരു ഫോട്ടോ ഉണ്ട് എൻ്റെ കയ്യിൽ. ആരെ കാണിച്ചാൽ പറയും ഉത്തരം. കാണിച്ചട്ടെ? ഞാൻ എന്നാൽ ചോദിച്ചു നോക്കാം. എന്തായാലും ഇതാരാന്ന് തിരിച്ചറിയോ? ഇല്ല. ഓക്കെ, ഇതാരാന്നറിയാവോ? കണ്ണട വേണോ? വേണ്ട, എന്നാലും നിങ്ങൾക്ക് എന്തായാലും അറിയാൻ പറ്റും. യെസ്. അപ്പോൾ സമ്മാനമുണ്ട്. സമ്മാനം ഇത് കഴിഞ്ഞിട്ട് തരുന്നതായിരിക്കും. അപ്പം ഒരു ഹാപ്പി അടിപൊളി ഫാമിലി. റിപ്പോർട്ടർ TV ഒക്കെ കാണാറുണ്ടോ? കാണാറുണ്ട്. രാവിലത്തെ മോർണിംഗ് ഷോ ഒക്കെ ഇഷ്ടമാണോ? മോർണിംഗ് ഷോ ഞാൻ മീറ്റ് ദ എഡിറ്റേഴ്സാണ് കാണാറ്. എഡിറ്റേഴ്സിൻ്റെ ഫാനാണ്. അതെ. മോർണിംഗ് ഷോ ആരാ കാണാൻ? ചേച്ചി കാണല്ലോ? ഇല്ല, രാവിലെ ഒന്നും TV തുറക്കാനേ ഇവിടെ സമയം ഉണ്ടാവാറില്ല. എന്നാൽ ഏത് ചാനലൊക്കെയാണ് കാണുക? അങ്ങനെ ചാനൽ TV പ്രോഗ്രാംസ് വളരെ കുറവാണ്. കണ്ടിന്യൂസ് പ്രോഗ്രാംസ് വളരെ കുറവാണ്. വല്ലപ്പോഴും ഇരിക്കുമ്പോൾ പിന്നെ മോൾ എന്തെങ്കിലും കാണും. അപ്പോൾ അതിൻ്റെ കൂടെ എന്തെങ്കിലും ഫിലിമോ അതന്നെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാറില്ല. മിക്കവാറും കുറച്ച് ഭാഗങ്ങൾ തിരക്കാണ്. അതെ. മീറ്റ് എഡിറ്റേഴ്സ് എങ്ങനെ? അടിപൊളി പ്രോഗ്രാം, നല്ല പ്രോഗ്രാം. എല്ലാ ദിവസവും കാണും? കാണാറുണ്ട്. ഞാൻ ആദ്യം ഈ ന്യൂസിൻ്റെ വ്യൂവർ ആയിരുന്നു. പക്ഷേ എന്താ വെച്ചാൽ ഇത് നമുക്കൊരു വൺ സൈഡ് ഇല്ലല്ലോ. എല്ലാവരും കൂടെ ഉള്ള എല്ലാ രാഷ്ട്രീയക്കാരും ഉള്ള നല്ലൊരു പ്രോഗ്രാമാണ്. സാറും മികേ സാറൊക്കെ അടിപൊളിയായിട്ട് ചെയ്യാവുന്ന. ഏതായാലും നല്ല ഫാമിലി. അവർക്ക് വളരെ ഇഷ്ടമാണ് മീറ്റ് ദ എഡിറ്റേഴ്സ് എന്ന് പ്രത്യേകം പറഞ്ഞു. ഇനിയിപ്പോൾ മോർണിംഗ് ഷോയും കൂടി, കുഞ്ഞു മോളൊക്കെ ഉണ്ട്, അവളൊക്കെ ഇനി മോർണിംഗ് ഷോ കൂടി കണ്ടോട്ടെ കേട്ടോ. മോർണിംഗ് ഷോ കാണണം കേട്ടോ. അരുൺ സാറിനോടൊരു ഹായ് പറഞ്ഞേ. ഹായ്. അപ്പോൾ അരുൺ സാറിനൊരു ഹായ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പോകാം, കാരണം ഇവർക്ക് തിരക്കാണ്, ജോലിക്ക് പോകേണ്ട ആളുകളാണ്. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് മടങ്ങുന്നു. ഇനി വേറൊരു വീട്ടിൽ മറ്റൊരു ദിവസം കാണാം. താങ്ക് യു സാനിയോ. അതിനകത്ത്
അവിടുത്തെ വീട്ടുകാർ പറഞ്ഞൊരു കാര്യമുണ്ട്. അച്ഛനും അമ്മയും വന്നപ്പോൾ സാമ്പാറും ചട്നിയും ഉണ്ടാക്കി, ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒന്ന് മാത്രമേ കാണത്തുള്ളൂ. നമ്മുടെ വീട്ടിലൊക്കെ അങ്ങനെയായിരിക്കും അല്ലേ? സാധാരണ പോകുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ പെട്ടെന്ന് ചമ്മന്തിക്ക് വേണ്ടിയിട്ട് ഈ ഇഡ്ഡലിപ്പൊടി അല്ലേ ഒക്കെ ഉണ്ടാക്കിയിട്ടാണ് നമ്മൾ പോവുക. അച്ഛനും അമ്മയൊക്കെ വരുന്ന സമയത്ത്, പ്രത്യേകിച്ച് അമ്മയും അച്ഛനും അമ്മയും ഒക്കെ വരുന്ന സമയത്താകുമ്പം അന്ന് പതിവില്ലാത്ത വിഭവങ്ങളൊക്കെ ആയിരിക്കും. ചിലപ്പോൾ പപ്പടമൊക്കെ കൊടുത്തുകളയും ഇഡ്ഡലിക്ക്. അങ്ങനെയുള്ള ആളുകളുണ്ട്. പണ്ട് പപ്പടത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ്, ഒരു കാലത്ത് അച്ഛൻ വരുമ്പോൾ മാത്രം പപ്പടം കാച്ചിയിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അത് പണ്ട് പറഞ്ഞു കേട്ടിട്ടുള്ള ആൾക്കാരാണ്. അച്ഛൻ വന്നാൽ മാത്രമേ പപ്പടം കാച്ചു. പപ്പടം കാച്ചിയാൽ അച്ഛൻ വന്നു എന്നുള്ളതാണ്. പണ്ട് ഈ സിലോണിലും ഒക്കെ പോയി ജോലി ചെയ്തിരുന്ന മനുഷ്യർ നാട്ടിൽ വരുമ്പോൾ വലിയ ആഘോഷമായിട്ട് അവർക്ക് ഭക്ഷണം കൊടുക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു എന്നാണ്. അതൊരു പുരുഷാധിപത്യത്തിൻ്റെ ഇടമായിരുന്നു എന്നൊക്കെ പറഞ്ഞുള്ള വിമർശനങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. പക്ഷേ ഇതൊക്കെയാണ് നമ്മുടെ വീടുകളിൽ സംഭവിക്കുന്നത്. റോഷി അഗസ്റ്റിനെ അറിയാതെ പോയി എന്നുള്ളത് നമുക്കൊരു സങ്കടമാണ്. പക്ഷേ എന്നാലും ആ ചെറുപ്പക്കാരനും ഗൃഹനാഥനും അങ്ങനെ പറയാൻ പാടില്ല. ഗൃഹനാഥയും ഗൃഹനാഥനും അദ്ദേഹം അത് കണ്ടെത്തിയിരിക്കുന്നു എന്നതിൽ വലിയ സന്തോഷമുള്ള കാര്യം. നന്നായിട്ട് ആ കുട്ടി പാടുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങളും പ്രതീക്ഷിക്കുക, നിങ്ങളുടെ വീടുകളിലേക്കും ഞങ്ങളുടെ റിപ്പോർട്ടർമാരെത്തും. ദൈവ് വീട്ടിൽ റിപ്പോർട്ടർ അപ്രതീക്ഷിതമായ ഒരു പ്രഭാതത്തിൽ നിങ്ങളുടെ പ്രഭാത വാർത്താ വിശേഷങ്ങളും പ്രഭാത വിശേഷങ്ങളും ഒക്കെ പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കും.